നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുരുഷവന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. അതിനായി നമുക്കൊപ്പം ചേരുന്നത് കൊച്ചി കിൻഡർ ഹോസ്പിറ്റൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് മെഡിസിനിലെ ഡോക്ടർ അഭിഷേക് രാധാകൃഷ്ണനാണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, ഈ പുരുഷവന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? പുരുഷവന്ധ്യത എങ്ങനെ തടയാൻ സാധിക്കും? സോ മെയിൽ ഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ ഒരുപാട് ദർ ആർ മെനി കോസസ്. ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കൗണ്ട് കുറയുന്നത് കൊണ്ടായിരിക്കാം, ഈ മോട്ടിലിറ്റി ചലനം കൊണ്ടായിരിക്കാം, ചിലപ്പം ക്വാളിറ്റി കൊണ്ടാവാം. സോ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തും will cause male infertility. അതായത് ഒരു പ്രഗ്നൻസിക്ക് ഒരു തടസ്സമാകാം. നൗ ഇത് ചിലപ്പം ഓവർ വെയ്റ്റ് ആയുള്ള ആൾക്കാർക്ക് ഇത് വരാം. സോ ഒരുപാട് ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നവർ അല്ലെങ്കിൽ ഒരുപാട് പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നവർ അവർ ഓവർ വെയ്റ്റ് ആണെങ്കിൽ മെയിൽ ഇൻഫെർട്ടിലിറ്റിയെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഒരുപാട് സ്മോക്ക് ചെയ്യുന്നവർ, ഒരുപാട് ഡ്രിങ്ക് ചെയ്യുന്നവർ അഗെയിൻ ഇതിൻ്റെ മോട്ടിലിറ്റി, ഇതിൻ്റെ കൗണ്ടിനെ എഫക്റ്റ് ചെയ്യാം. ഈ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്, ലൈക്ക് ഡയബറ്റീസ്, തൈറോയിഡ്, പ്രൊലാക്റ്റിൻ പോലത്തെ പ്രോബ്ലംസ്. ഇതൊക്കെ മെയിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ സെമനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ദർ ആർ സ്പെസിഫിക് ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതായത് ജനറ്റിക് അബ്നോർമാലിറ്റീസ്. ചിലപ്പോൾ കാണാനെല്ലാം പുരുഷന്മാർ കാണാനൊക്കെ ദിൽ ബി നോർമൽ, ബട്ട് അതിൻ്റെ ഉള്ളിൽ ജനറ്റിക്സ് ഒരു കുഴപ്പമാണെങ്കിൽ ഇറ്റ് ക്യാൻ എഫക്റ്റ് മെയിൽ ഇൻഫെർട്ടിലിറ്റി. ഇൻഫെക്ഷൻസ് വന്നവർക്കും ഇതൊരു കാരണമായിരിക്കാം. അതായത് ചിലപ്പം അറ്റ് യങ് ഏജ് ഈ മംപ്സ്, മുണ്ടനീർ വന്നാൽ അത് നമ്മുടെ പെറോട്ടിഡ് ഗ്ലാൻഡിൻ്റെ ഒരു സ്വെല്ലിംഗ് ആണ്, ബട്ട് അത് ടെസ്റ്റസിനെയും കൂടി എഫക്റ്റ് ചെയ്യാം. അപ്പോൾ കൗണ്ട് ഒരുപാട് കുറയാൻ ഒരു റീസൺ ആണ്. ദി അതർ തിങ്സ് ആർ ഈവൻ ഈ കീമോതെറാപ്പി, റേഡിയോ തെറാപ്പി ഒക്കെ എടുക്കുന്നവർക്ക് അഗെയിൻ കൗണ്ടിന് വല്ലാതെ എഫക്റ്റ് ചെയ്യാം. സോ ചിലപ്പോഴൊക്കെ ഇൻഫെക്ഷൻ വന്നാലും നമ്മുടെ ഒരു ട്യൂബുണ്ട്, അതായത് ടെസ്റ്റസിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഒരു ട്യൂബുണ്ട്. ആ ട്യൂബിന് ഇൻഫെക്ഷൻ വന്നാൽ ആ ട്യൂബിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് മേ ഓൾസോ ബി എ കോസ്. നൗ കുറേയൊക്കെ നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇത് വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഓൾമോസ്റ്റ് 30% ട്രീറ്റ്മെൻറ്റ് ഇല്ല. ശരി ഡോക്ടർ. ഡോക്ടർ, എപ്പോഴാണ് നമ്മൾ ഈ ഡോക്ടറെ കാണേണ്ടത്, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട സമയം എപ്പോഴാണ്? ഓക്കെ, ഒരുമിച്ച് ഒരു വർഷം നിന്നിട്ട് സെക്ഷുവലി ആക്റ്റീവ് ആണ്, എന്നിട്ട് പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ അപ്പോഴാണ് ശരിക്കും ഒരു ഡോക്ടറെ കാണേണ്ടത്. സെക്ഷുവലി ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ദേ ആർ ഒരു കോൺട്രസെപ്റ്റീവ് യൂസ് ചെയ്യാതെ ദേ ആർ ട്രൈങ് ആക്റ്റീവ്ലി, എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ ദെൻ യു ആക്ച്വലി ഹാവ് ടു സീ എ ഡോക്ടർ. ബട്ട് ഇതിനു മുമ്പും കാണാം. അതായത് ഇതേപോലെ ഇഫ് യു ഹാവ് ടേക്കൻ സം കൈൻഡ് ഓഫ് മെഡിക്കേഷൻസ്, അതായത് ചിലരൊക്കെ ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ട്, അവർ ഈ ടെസ്റ്റസ്ട്രോൺ സപ്ലിമെൻറ്റ്സ് എടുക്കും. ഈ ടെസ്റ്റസ്ട്രോൺ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ കൗണ്ടിനെ എഫക്റ്റ് ചെയ്യാം. സോ അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ കാണണം. അല്ലെങ്കിൽ നേരത്തെ ചെറുപ്പത്തിൽ ഒരു വളരെ സിവിയറായിട്ട് മംസോ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഡൗട്ട് തോന്നുവാണെങ്കിൽ വി ഷുഡ് ഡെഫിനറ്റ്ലി സീ ദ ഡോക്ടർ ബിഫോർ ഹാൻഡ്. എസ്പെഷ്യലി റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി എടുക്കുന്നവർക്ക് അഗെയിൻ നമുക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നേരത്തെ കാണണം. ചിലവർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്, അവരൊക്കെ നേരത്തെ പോയി കാണേണ്ടതാണ്. ദേ ഷുഡ് മീറ്റ് എ ഡോക്ടർ ഏർലിയർ ദെൻ 1 year. ശരി ഡോക്ടർ. അതോടൊപ്പം തന്നെ ഈ ജീവിതശൈലി, അതായത് പുകവലി, മദ്യപാനം, അമിതവണ്ണം, ഉറക്കക്കുറവ്, അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഈ പുരുഷവന്ധ്യതയെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? സോ ഈ ഒബീസിറ്റി കാരണം ഒരുപാട് ഓവർ വെയ്റ്റ് ആണെങ്കിൽ കൗണ്ടിനെ കാട്ടി ഇറ്റ് എഫക്ട്സ് ദ മോട്ടിലിറ്റി ആൻഡ് ക്വാളിറ്റി. ഈ മോട്ടിലിറ്റിയും ക്വാളിറ്റിയും എഫക്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഈ പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസസ് ഒത്തിരിയും കുറയും. അഗെയിൻ സെയിം ഗോസ് വിത്ത് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ഈ സ്മോക്കിംഗ് കാരണം ഒത്തിരിയും ഓക്സിഡൻസ് ഉണ്ട്. ഈ ഓക്സിഡൻസ് ആ സ്പേമിനെ എഫക്റ്റ് ചെയ്യും. ഡ്രിങ്കിങ് ഡസ് ദ സെയിം തിങ്. ഈ സ്പേമിൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യും. നമ്മുടെ ഡയറ്റിലാണെങ്കിൽ ഈ റെഡ് മീറ്റ്, ബീഫ്, മട്ടൺ, പോർക്ക്, റെഡ് മീറ്റ് സയൻറ്റിഫിക്കലി പ്രൂവൻ ആണ് ഇറ്റ് ക്യാൻ എഫക്ട് ദ കൗണ്ട്. സോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്ലേസ് എ ഹ്യൂജ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എ ഗുഡ് സ്പേം കൗണ്ട്. ശരി ഡോക്ടർ. അതോടൊപ്പം തന്നെ ജനിതക കാരണങ്ങൾ എത്രത്തോളം ഇതിൽ പങ്കുവഹിക്കുന്നുണ്ട്?
ജനറ്റിക് പ്രശ്നങ്ങൾ, സോ അത് വളരെ ഒരു റെയർ പ്രോബ്ലമാണ്. ഈ ജനറ്റിക് പ്രോബ്ലംസ് ഈ പുരുഷന്മാരെ കാണാൻ നോർമലായിരിക്കും, അവർ ദേ മേ അപ്പിയർ നോർമൽ. അപ്പോൾ ചിലപ്പോഴൊക്കെ എന്ത് പറ്റും, പ്രഗ്നൻ്റ് ആയിട്ട് അബോർഷൻ ആകും. ഇതാണ് യൂഷ്വലി നമ്മൾ കാണുന്നൊരു സിറ്റുവേഷൻ. നമ്മൾ ഇതിന് ഈ മെയിൽസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അവിടെ ജനറ്റിക് പ്രോബ്ലംസ് എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഒരു ജനറ്റിക് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അത് സ്ക്രീൻ ചെയ്തിട്ട് വേണം പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. അത് കുറച്ചുകൂടി ഒരു റെയർ കണ്ടീഷനാണ് അത്. ഡോക്ടർ, അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ചികിത്സാ മാർഗ്ഗരീതിയിലേക്ക് വരുമ്പോൾ വന്ധ്യതയ്ക്കുള്ള നൂതന ചികിത്സാ മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മിക്ക കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഓൾമോസ്റ്റ് ഒരു 30 to 40% ആൾക്കാരുടെ കൗണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ ഒരു ബേസിക് ടെസ്റ്റ് എന്ന് പറയുന്നത് സെമൻ അനാലിസിസ് ആണ്. സെമൻ അനാലിസിസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അയാളുടെ കൗണ്ട്, മോട്ടിലിറ്റി, ക്വാളിറ്റി, അങ്ങനെ കുറച്ച് പാരാമീറ്റേഴ്സ് ആണ്. ചിലപ്പോൾ ഇത് നോർമലായിരിക്കും, ബട്ട് ആൾക്കാർ പ്രഗ്നൻ്റ് ആവത്തില്ല. സോ ഇത് ടാക്കിൾ ചെയ്യാൻ നമ്മൾ ഒരു സ്പേം DNA ഫ്രാഗ്മെൻറ്റേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. ഇതിൽ നിന്ന് ആ സ്പേമിൻ്റെ ഉള്ളിൽ ഉള്ള DNA, അതിൽ ഒടിവ്, അതായത് അതിൽ ഒരു ബ്രേക്കേജ് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. യൂഷ്വലി ഇതിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 25% താഴെയാണ്. അത് നോർമൽ ആണെങ്കിൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ആവശ്യമില്ല. ബട്ട് അബ്നോർമൽ ആണെങ്കിൽ നമ്മൾ പിന്നെ ഫർദർ മെഡിക്കേഷൻസ് കൊടുക്കേണ്ടി വരും. ഇതേപോലെ അസൂസ്പെർമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതായത് ബീജം പുറത്തോട്ട് വരുന്നുണ്ട്, ബട്ട് അതിൽ ആക്റ്റീവ് സ്പേംസ് ഇല്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെസ അല്ലെങ്കിൽ ടെസ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സർജറി ചെയ്യും. ഇതിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ചെറിയ നീഡിൽ വെച്ച് നമ്മൾ ടെസ്റ്റസിൽ കുത്തി ഈ സ്പേംസിനെ ആസ്പിറേറ്റ് ചെയ്തിട്ട് അതിൽ സ്പേംസ് കിട്ടുവാണെങ്കിൽ അത് IVF വഴി നമുക്കൊരു ഇവരെ പ്രഗ്നൻ്റ് ആക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സർജറി എന്ന് പറഞ്ഞാൽ മൈക്രോടെസിയാണ്. മൈക്രോടെസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ആസ്പിറേറ്റ് ചെയ്യാൻ നോക്കിയാൽ കിട്ടത്തില്ല. സോ നമ്മളിവിടെ എന്ത് ചെയ്യും, ഈ ടെസ്റ്റസിനെ നമ്മൾ ഒന്ന് ഡിസെക്റ്റ് ചെയ്ത് ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഈ ഓരോ സ്പേമിനെ ഉണ്ടാക്കുന്ന ആ ഓരോ ഐലൻഡ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓരോ സ്പേം എടുത്തിട്ട് IVF വഴി നമുക്ക് ഇവരെ പ്രഗ്നൻ്റ് ആക്കാൻ പറ്റും. ഇത് ഒരു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ്. IVF ചെയ്യുമ്പോൾ മുമ്പൊക്കെ നമ്മൾ സ്പേംസിൻ്റെ നാച്ചുറലി സെലക്ട് ചെയ്യുമായിരുന്നു, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു. ബട്ട് ഇപ്പം മൈക്രോഫ്ലൂയിഡിക്സ് അല്ലെങ്കിൽ സ്പേം സോർട്ടിംഗ് എന്ന് പറഞ്ഞ് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് ബെസ്റ്റ് സ്പേമിനെ ചൂസ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി ഒരു ഹെൽത്തി പ്രഗ്നൻസി നമുക്ക് കൊടുക്കാൻ പറ്റും. ചികിത്സാ രീതികളിലേക്ക് വരുമ്പം എന്തെല്ലാം തരത്തിലുള്ള രീതിയിലുള്ള ചികിത്സകളാണ് നമുക്ക് നിലവിലുള്ളത്? ഈ സർജറി പോലുള്ള മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്? സോ ഈ IVF മുമ്പ് നമ്മൾ IVF ചെയ്യുന്നത് ബേസിക്കലി പ്രഗ്നൻ്റ് ആവാൻ പറ്റാത്തവർക്കായിരുന്നു. ബട്ട് ഇപ്പം നമ്മൾ IVF ചെയ്യുന്നത് ഈവൻ റെക്കറൻറ്റ് മിസ്കാരേജസ് ഉള്ളവർക്ക്, അതായത് അബോർഷൻസ് 1, 2, 3 ആവുന്നവർക്ക് പോലും നമ്മൾ IVF ചെയ്യാറുണ്ട്. ബിക്കോസ് IVFനോടൊപ്പം നമ്മൾ PGT എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ചെയ്താൽ നമുക്ക് നല്ല ഭ്രൂണങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഇത് വൺ ഓഫ് ദ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. സർജറി വൈസ് നമ്മൾ ചെയ്യുന്നത് അഗെയിൻ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ടെസ, അതായത് നമ്മൾ ആ ടെസ്റ്റസിൽ നിന്ന് സ്പേം ആസ്പിറേറ്റ് ചെയ്ത് എന്നിട്ട് ആ സ്പേംസ് വെച്ച് നമ്മൾ IVF ചെയ്യാൻ പറ്റും. മൈക്രോടെസിൽ നമ്മൾ ഈ ടെസ്റ്റസിനെ ഒന്നും കൂടി ഒന്ന് ഡിസെക്റ്റ് ചെയ്തിട്ട് ഒരു മൈക്രോസ്കോപ്പിൽ അത് ഓൾമോസ്റ്റ് ഒരു 20 to 25 ടൈംസ് മാഗ്നിഫൈ ചെയ്തിട്ട് അതിൽ നിന്നുള്ള സ്പേംസ് അവിടെ കിട്ടുന്ന സ്പേംസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് വെച്ച് നമുക്ക് IVF ചെയ്യാൻ പറ്റും. പിന്നെ റൂട്ടീനായിട്ട് കുറച്ച് സർജറീസ് ഉണ്ട്. അതായത് ഫെലോപ്പിയൻ ട്യൂബ്സ് ബ്ലോക്കേജ് ഉള്ളവർക്ക് നമുക്ക് റീകാനലൈസേഷൻ സർജറീസ് ചെയ്യാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന സർജറീസ് നമ്മുടെ വന്ധ്യത ഡിപ്പാർട്ട്മെൻറ്റിൽ. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ IVFനെ പറ്റി പറഞ്ഞു. ഇത് ചെയ്യേണ്ട ഒരു സാഹചര്യം എപ്പോഴാണ് വരുന്നത്? അതോടൊപ്പം തന്നെ ഈ IVF എല്ലാവർക്കും ചെയ്യാനാകുമോ?
ഓക്കെ, സോ നമ്മൾ ഈ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് IVF ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ബട്ട് അത് ആക്ച്വലി ഒരു കറക്റ്റ് നെയിം അല്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും വിചാരം ഇവിടെ വരുന്ന എല്ലാവർക്കും നമ്മൾ IVF ചെയ്യും. അങ്ങനല്ല. നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന കപ്പിൾസിന് സാധാരണ ഇൻഫെർട്ടിലിറ്റി, അതായത് പ്രഗ്നൻ്റ് ആവാൻ നോക്കിയിട്ട് പ്രഗ്നൻ്റ് ആവാൻ പറ്റുന്നില്ല. സോ ഒരു കപ്പിൾ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവർ ഇവാലുവേറ്റ് ചെയ്യും, എന്താണ് പ്രോബ്ലം എന്താണെന്ന് നോക്കിയിട്ട് അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് തരുന്നത്. ചിലപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ചെറിയൊരു മരുന്നായിരിക്കാം, ചിലപ്പം സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം. ബട്ട് വരുന്ന 10-ൽ ഒരാൾക്കായിരിക്കും IVF ചെയ്യുന്നത്. ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി നമുക്ക് 3-4 കാര്യങ്ങൾ വേണം. അതായത് ഒരു ഹെൽത്തി സ്പേം വേണം, ഹെൽത്തി ഓവറീസ് വേണം, ഹെൽത്തി യൂട്രസ്, ഹെൽത്തി ഫെലോപ്പിയൻ ട്യൂബ്സ്. ആൻഡ് ഇതിലെന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലാണ് നമുക്ക് സാധാരണ ഒരു ഇൻഫെർട്ടിലിറ്റി വരുന്നത്. ഒരു നോർമൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ 39 മില്യൺ ആണ്. സോ കൗണ്ട്, പുരുഷന്മാരുടെ കൗണ്ട് തീരെ കുറവാണെങ്കിൽ നമ്മൾ IVF ചെയ്യും. ഇല്ലെങ്കിൽ ഈ ഫെലോപ്പിയൻ ട്യൂബ്സ് അതിലൊരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നമ്മൾ അഗെയിൻ IVF ചെയ്യും. സ്ത്രീകൾക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റി അത് അത്രയും നല്ലതല്ല. ഓർ ഒരുപാട് ഏജ് ഉള്ളവർ ആണെങ്കിൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി പയ്യെ കുറയും. അവർക്കൊക്കെ നമ്മൾ IVF ചെയ്യും. പിന്നെ ചില സ്പെസിഫിക് കണ്ടീഷൻസ് ലൈക്ക് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അവിടെയും വളരെ സിവിയർ ആണെങ്കിൽ നമ്മൾ IVF ചെയ്യും. പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി, അത് 10% പേർക്കാണ്. അതായത് നാച്ചുറലി ട്രൈ ചെയ്ത് സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എല്ലാം ചെയ്തിട്ട് ആവുന്നില്ല, എല്ലാം നോർമലാണ് പക്ഷെ ആവുന്നില്ല. അവർക്കും IVF ചെയ്താൽ നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട്. സോ ദീസ് ആർ ദ മെയിൻ കണ്ടീഷൻസ് വെയർ വി ഡു IVF. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഒത്തിരി അബോർഷൻസ് ആയുള്ളവർക്ക് റിപ്പീറ്റഡ്ലി അവർക്കൊരു ജനറ്റിക് പ്രോബ്ലം നമ്മൾ എക്സാമിൻ ചെയ്തിട്ട് ഒരു ജനറ്റിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ IVF ചെയ്താൽ ഈ PGT അതിൻ്റെ കൂടെ ചെയ്താൽ നമുക്ക് ഹെൽത്തി എംബ്രിയോസ് കിട്ടിയിട്ട് നമുക്ക് അവരെ പ്രഗ്നൻ്റ് ആക്കാൻ സാധിക്കും. അത് വേറൊരു വെർട്ടിക്കലാണ് IVFൻ്റെ. ദീസ് ആർ ദ മെയിൻ കണ്ടീഷൻസ്. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ IVFലെ നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമാണ്? സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ PGT അത് വൺ ഓഫ് ദ ലേറ്റസ്റ്റ് ആണ്, പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ്. നമുക്ക് ഒരു ഹെൽത്തി എംബ്രിയോ കിട്ടിയിട്ട് ഇല്ലെങ്കിൽ ഒരു ജനറ്റിക് പ്രോബ്ലംസ് ഉള്ളവർക്ക് ഹെൽത്തി എംബ്രിയോസ് ഇല്ലെങ്കിൽ നമുക്ക് PGT ചെയ്താൽ ഈ ടെസ്റ്റിൽ നിന്ന് 100% ഒരു ജനറ്റിക്കലി അബ്നോർമൽ എംബ്രിയോനെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു 100% ഒരു നോർമൽ എംബ്രിയോ നമുക്ക് കിട്ടാൻ സാധിക്കും. പിന്നെ ദർ ആർ അതർ സ്ട്രാറ്റജീസ് ലൈക്ക് AI വെച്ച് നമുക്ക് എംബ്രിയോ സെലക്ട് ചെയ്യാം. മുമ്പൊക്കെ നമ്മൾ എംബ്രിയോ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഓരോ സെല്ല് നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എപ്പോഴാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് AI വെച്ച് നമ്മൾ എംബ്രിയോ സെലക്ട് ചെയ്യും. പിന്നെ ടൈം ലാപ്സ് എന്ന് പറഞ്ഞൊരു ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് എംബ്രിയോയുടെ ഡിവിഷൻ അതിൻ്റെ ഗ്രോത്ത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അത് വെച്ച് നമുക്ക് ഹെൽത്തി എംബ്രിയോസിനെ സെലക്ട് ചെയ്യാൻ പറ്റും. യൂഷ്വലി ഈ എംബ്രിയോസൊക്കെ വളരുന്ന ഒരു മീഡിയ ഉണ്ട്. മുമ്പൊക്കെ നമ്മൾ എംബ്രിയോ ടെസ്റ്റ് ചെയ്യണം, ബട്ട് ഇപ്പോൾ അതിൻ്റെ മീഡിയ മാത്രം ടെസ്റ്റ് ചെയ്താൽ നമുക്ക് എക്സാക്ട്ലി ഈ എംബ്രിയോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ വരാത്ത കുറച്ച് മൈറ്റോകോൺട്രിയൽ റിപ്ലേസ്മെൻറ്റ് തെറാപ്പി ഇതൊക്കെയാണ് ലേറ്റസ്റ്റ്, ബട്ട് അത് ഇതുവരെ ഇൻട്രൊഡ്യൂസ് ആയിട്ടില്ല. പിന്നെ സ്റ്റെം സെൽ, നമ്മുടെ ബോൺ മാരോ വെച്ചുള്ള സ്റ്റെം സെൽസ് യൂസ് ചെയ്താൽ നമുക്ക് പണ്ട് പ്രഗ്നൻ്റ് ആകാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ നമുക്കൊരു പ്രഗ്നൻസി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ശരി ഡോക്ടർ, നമ്മളെ കൂടെ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് വിനീതയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഓക്കെ. ഹലോ ഹലോ. ഡോക്ടറെ, ഇത് ഞാൻ വിളിക്കുന്നത്. എൻ്റെ കുറെ IUI ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ 46 വയസ്സുണ്ട്. ഹസ്ബൻഡിന് 53 വയസ്സുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം IUI ചെയ്ത് പ്രഗ്നന്റ് ആയതാണ്. അതങ്ങ് അബോർഷനായി പോയി. അത് 3 വർഷമായി. പിന്നെ ഇപ്പം പിന്നെ കൊല്ലത്ത് ഡോക്ടറെ കണ്ടു. അപ്പൊ അത് ഈ IVF ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് നീണ്ടുപോയതാ.
ഇപ്പൊ എന്തെല്ലാം ചെയ്യാന്ന് വിചാരിച്ചിരിക്കും. അപ്പൊ അത് നമ്മള് IVF ചെയ്യുന്നതിന് മുന്നേ ഈ ലാപ്രോസ്കോപ്പി ഇതുവരെയും ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടേ IVF ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടോ? അങ്ങനെയാണോ? സോ മാഡം, ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. നമ്പർ 1, പല തവണ IUI ചെയ്തിട്ട് ആയില്ല. ഒരാൾക്ക് മാക്സിമം നമ്മൾ 6 IUI മാത്രമേ ചെയ്യത്തുള്ളൂ, അതിൽ കൂടുതൽ നമ്മൾ ചെയ്യാറില്ല. സോ IUI ചെയ്തിട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് IVF തന്നെ ചെയ്യണം. സെക്കൻഡ് തിങ് ഇസ് മാഡത്തിൻ്റെയും സാറിൻ്റെ ഏജ് 46ഉം 53 എന്ന് പറയുമ്പോഴത്തേക്ക് ആ സിമ്പിൾ ട്രീറ്റ്മെൻറ്റുള്ള ടൈം ഇറ്റ്സ് ഓവർ. ഇനി IVFിലേക്ക് തന്നെ വേണം പോകാൻ. നൗ ലാപ്രോസ്കോപ്പി ചെയ്യുന്നത്, അതായത് യൂട്രസിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യണം. ഇല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് യൂട്രസിൻ്റെ ലൈനിങ് അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആക്ച്വലി ലാപ്രോസ്കോപ്പി അല്ല ചെയ്യേണ്ടത്, ബട്ട് ഹിസ്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ടെലസ്കോപ്പാണ്. അപ്പോൾ യൂട്രസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടി. ബട്ട് ലാപ്രോസ്കോപ്പി നിർബന്ധമല്ല. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ ലാപ്രോസ്കോപ്പി ചെയ്താൽ മതി. ലാപ്രോസ്കോപ്പി നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈതർ നമ്മൾ വേറെ എന്തെങ്കിലും സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ യൂട്രസിലൊരു ഫൈബ്രോയിഡോ, ഇല്ലെങ്കിൽ നമ്മൾ നാച്ചുറലി നോക്കുവാണ്, നമുക്ക് ഫെലോപ്പിയൻ ട്യൂബ്സിൻ്റെ ടെസ്റ്റ് ചെയ്യണം. യൂഷ്വലി ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്നത്. എല്ലാവർക്കും IVFന് മുമ്പ് ലാപ്രോസ്കോപ്പി ചെയ്യേണ്ട കാര്യം ഇല്ല. ഡോക്ടർ, നമ്മൾ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. അതോടൊപ്പം തന്നെ ഈ ട്രീറ്റ്മെൻറ്റുകളുടെ പ്രൊസീജിയർ എങ്ങനെയാണ്? ചികിത്സ വൈകിയാൽ എന്തെങ്കിലും സങ്കീർണതകൾ ഉണ്ടാകുമോ? ഓക്കെ, സോ ബേസിക്കലി ഈ കോംപ്ലിക്കേഷൻസ് ആണോ ചോദിക്കുന്നത്? ബേസിക്കലി നമ്മൾ IVF ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അതിൻ്റെ ഇൻഡിക്കേഷൻസ് പറഞ്ഞു. IVF ചെയ്യുന്നത് നമ്മളൊരു 10 days ഇഞ്ചെക്ഷൻസ് കൊടുക്കും. സോ യൂഷ്വലി എന്തൊട്ടും സാധാരണ എല്ലാവർക്കും ഒരു എഗ്ഗാണ് വളരുന്നത് സ്ത്രീകൾക്ക്. അപ്പോൾ IVF ചെയ്യുമ്പോൾ ഒരു എഗ്ഗ് വളരാതെ ഒരു 4 or 5 eggs വളരും. ഈ എഗ്സിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൽ ലാബിൽ കൊടുക്കും. എന്നിട്ട് ഹസ്ബൻഡ് സ്പേമുമായിട്ട് IVF ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ ഭ്രൂണങ്ങളുണ്ടാവും. ഈ ഭ്രൂണങ്ങൾ നമ്മളൊരു 5 days വളർത്തും. എന്നിട്ട് ഈ ഭ്രൂണങ്ങളെ നമ്മൾ തിരിച്ച് യൂട്രസിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇതാണ് ബേസിക്കലി IVFൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ IVF വീണ്ടും വീണ്ടും ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ടോ? അങ്ങനെ ഉണ്ടായാൽ എന്തെങ്കിലും സങ്കീർണതകൾ ഉണ്ടാകുമോ? ഓക്കെ, സോ IVFൻ്റെ ഒരു സക്സസ് റേറ്റ്, എല്ലാവരുടെയും ഒരു ഹോപ്പും എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ചാൽ IVF ചെയ്താൽ 100% സക്സസ് റേറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ബട്ട് അതൊരു ഫാക്റ്റ് അല്ല. IVF ബേസിക്കലി ഏജ് റിലേറ്റഡ് ആണ്. സോ 32 yearsൻ്റെ താഴെയുള്ളവരാണെങ്കിൽ ബേസിക്കലി ഒരു ബെസ്റ്റ് ഔട്ട്കമ്മും ഏജ് കൂടുന്തോറും ആ സക്സസ് റേറ്റ് കുറഞ്ഞു വരും. സോ എപ്പോഴും ഫസ്റ്റ് ടൈം IVF ചെയ്യുമ്പോഴത്തേക്ക് പ്രഗ്നൻ്റ് ആവണമെന്നില്ല. സോ ഇൻ സച്ച് എ സിനാരിയോ നമുക്ക് ചിലപ്പോൾ ഒരു റിപ്പീറ്റ് IVF വേണ്ടി വരും. സോ ഇതിൻ്റെ ജനറലി നമ്മൾ നെസസറി പ്രിക്കോഷൻസ്, റൈറ്റ് ഡോസ്, റൈറ്റ് എമൗണ്ട് ഓഫ് ഡോസും റൈറ്റ് ലെവൽസിൽ കൊടുത്താൽ യൂഷ്വലി സേഫാണ്. ഏറ്റവും ഒരു സൈഡ് എഫക്റ്റ് OHSS എന്ന് പറഞ്ഞൊരു സൈഡ് എഫക്റ്റാണ്. അതായത് നമ്മൾ ഈ ഇഞ്ചെക്ഷൻസ് തരുമ്പോഴത്തേക്ക് ഓവറീസ് അങ്ങ് വലുതാകാം. ഇതുകൊണ്ടാണ് നമ്മൾ ആ 10 days ഇഞ്ചെക്ഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് സ്കാനിങ് ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. സോ ഇതിൽ നിന്ന് ഈ OHSS വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. നമ്മുടെ ആശുപത്രി തന്നെ OHSS വന്നിട്ട് ഒത്തിരി വർഷമായി. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ലേറ്റസ്റ്റ് മെഡിക്കേഷൻ, നമ്മളുടെ ഇൻറ്റൻസ് മോണിറ്ററിങ് കാരണമാണ്. സോ ഡൺ ഇൻ ദ റൈറ്റ് വേ IVF അല്ലെങ്കിൽ ICSI ആബ്സലൂട്ട്ലി സേഫ് ആണ്. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഓരോ ട്രീറ്റ്മെൻറ്റും എടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ IVF ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭ്രൂണങ്ങൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. വൺസ് ഈ എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം യൂഷ്വലി ദ സെയിം ഡേ
ഈ കപ്പിളിന് തിരിച്ച് വീട്ടിൽ പോവാം. ഒരു പ്രത്യേക ഒരു ബെഡ് റെസ്റ്റ്, ഫുൾ ടൈം കിടക്കണം, അതൊക്കെ പണ്ടത്തെ ഒരു ബിലീഫാണ്. ബട്ട് ഇപ്പോഴത്തെ സയൻറ്റിഫിക് സ്റ്റഡീസും നമ്മുടെ ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ദ വെരി നെക്സ്റ്റ് ഡേ നമുക്ക് ലൈറ്റായിട്ട് നമ്മുടെ റൂട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാം. നമ്മൾ ഒബ്വിയസ്ലി സ്ട്രെന്യൂസ് ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. ബട്ട് വി യൂഷ്വലി ടെൽ ദം ടു സ്റ്റാർട്ട് ദെയർ നോർമൽ ആക്ടിവിറ്റീസ്. ഇൻഫാക്ട് ചിലരൊക്കെ അടുത്ത ദിവസം ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ അവർ വീട്ടിൽ തന്നെ ജോലിയൊക്കെ തുടങ്ങാറുണ്ട്. ഈ ഒരു പ്രൊസീജിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്. സോ ഈ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ചിലർക്ക് ഭയങ്കരമായിട്ട് ഒരു കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഒരു ബ്ലോട്ടിങ് ഫീൽ ചെയ്യാറുണ്ട്. സോ നമ്മൾ എപ്പോഴും അവിടെ അടുത്ത് ടേക്ക് പ്ലെൻറ്റി ഓഫ് ഫ്രൂട്ട്സ്, ടേക്ക് പ്ലെൻറ്റി ഓഫ് വെജിറ്റബിൾസ്, ഫ്ലൂയിഡ്സ് എടുക്കാൻ പറയും. സോ ഈസി ആയിട്ട് അവിടെ മോഷൻ പോകാനും യൂറിൻ പോകാൻ ഒരു എളുപ്പത്തിന് വേണ്ടി പറയാറുണ്ട്. നമ്മൾ ഒരുപാട് റെഡ് മീറ്റ് ജനറലി അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. ബട്ട് ഓൾ ഇൻ ഓൾ എങ്ങനെയാണ് ഒരു നോർമൽ പ്രഗ്നൻസിയെ ട്രീറ്റ് ചെയ്യേണ്ടത് അതേപോലെയാണ് നമ്മൾ ഈ IVF കഴിഞ്ഞാൽ വി ഗിവ് ദം ദ സെയിം അഡ്വൈസ്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ പുകവലി, മദ്യപാനം അത് എത്രത്തോളം നിയന്ത്രിക്കണം? സോ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് രണ്ടും നമ്മുടെ ഇൻഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ട്രൈ ചെയ്യുന്ന കപ്പിൾസ്, അവർ ഒത്തിരി വർഷം ട്രൈ ചെയ്യുന്ന കപ്പിൾസ് നമ്മൾ അവിടെ അടുത്ത് ഈ സ്മോക്കിംഗ് ടോട്ടലി സ്റ്റോപ്പ് ചെയ്യാൻ പറയാം. അതായത് ഒരാൾ മാത്രമല്ല, ബിക്കോസ് ഒരാൾ സ്മോക്ക് ചെയ്താൽ അതിൽ നിന്നുണ്ടാവുന്ന ഓക്സിഡൻസും പൊല്യൂട്ടൻസും മറ്റേ ആളെ എഫക്റ്റ് ചെയ്യാം. അപ്പോൾ സ്പേം ക്വാളിറ്റിയും എഗ് ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യും. നൗ ഇൻഫെർട്ടിലിറ്റി മാത്രമല്ല, ബട്ട് അവിടെ ലങ്സിന്, അവിടെ ജനറൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യാം. സോ നമ്പർ 1 ഈ സ്മോക്കിംഗ് ടോട്ടലി സ്റ്റോപ്പ് ചെയ്യണം. ഡ്രിങ്കിങ്ങിൻ്റെ കാര്യത്തിൽ ഡ്രിങ്കിങ് എഫക്റ്റ് ചെയ്യും. എക്സസീവ് ഡ്രിങ്കിങ് ആണ് ശരിക്കും മെയിൽസ് അല്ലെങ്കിൽ ഫീമെയിൽസിൻ്റെ സ്പേം ക്വാളിറ്റി ആണെങ്കിലും എഗ് ക്വാളിറ്റി ആണെങ്കിലും എഫക്റ്റ് ചെയ്യാറുണ്ട്. സോ ഡ്രിങ്കിങ് ഒക്കെ ഒരു ലിമിറ്റ് വരെ വേണം ചെയ്യാൻ. സോ നമ്മൾ യൂഷ്വലി ജസ്റ്റ് 1 or 2 യൂണിറ്റ്സ് ആണ് പറയുന്നത്. അതായത് മാക്സിമം ഒരു 30 to 60 ml മാത്രം കുടിക്കാൻ പറയാറുള്ളൂ. അതിൽ കൂടുതൽ ചെയ്യരുത്, ബിക്കോസ് ഇറ്റ് ക്യാൻ എഫക്റ്റ് ദ സ്പേം ആൻഡ് എഗ് ക്വാളിറ്റി. കുടിക്കുന്നത് മാത്രമല്ല, ഈ കുടിക്കുമ്പോൾ ആരും കുടിക്കും മാത്രമല്ല, ബട്ട് അതിൻ്റെ കൂടുതൽ ഈ ഫ്രൈഡ് ഐറ്റംസ്, ഈ റെഡ് മീറ്റ് ഇതൊക്കെ കൂട്ടാറുണ്ട്. സോ ഓവറോൾ ഈ സറൗണ്ടിങ് ഇഷ്യൂസ് കാരണം നമ്മൾ പൊതുവെ ടോട്ടലി അത് ഒഴിവാക്കാനാണ് പറയുന്നത്. ഡോക്ടർ, അതോടൊപ്പം തന്നെ വെരിക്കോസ് വെയിൻ എത്രമാത്രം ഇതിനെ ബാധിക്കുന്നുണ്ട്? വാരിക്കോസ് വെയിൻസ് ഇത് ബേസിക്കലി ഈ ടെസ്റ്റസിൻ്റെ ചുറ്റിനുള്ള വെയിൻസ് ആണ്. നൗ ഈ വാരിക്കോസ് വെയിൻസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് കോസസ് ദ ഹീറ്റ് ടു ഇൻക്രീസ്. സോ ഈ ഹീറ്റ് ഇൻക്രീസ് ചെയ്താൽ ഒരാളുടെ കൗണ്ട് അല്ലെങ്കിൽ മോർട്ടിലിറ്റി കുറയാറുണ്ട്. നൗ ഈ കൗണ്ട് കുറവാണെങ്കിൽ, മൈൽഡ്ലി ഡിറേഞ്ച്ഡ് ആണെങ്കിൽ വാരിക്കോസ് സർജറി ചെയ്താൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. നൗ നോർമൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ 39 million ആണ്. സോ നമ്മുടെ കൗണ്ട് അല്പം കുറവാണ്, മേ ബി ഒരു 30 million ആണെങ്കിൽ വാരിക്കോസ് സർജറി ചെയ്താൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. ഒരു നാച്ചുറൽ പ്രഗ്നൻസി ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ പോസിബിളാണ്. ബട്ട് കൗണ്ട് തീരെ കുറവാണെങ്കിൽ, ലെറ്റ് സേ 5 million അല്ലെങ്കിൽ 2 million ആണ്, നമ്മൾ ഈ വാരിക്കോസ് സർജറി ചെയ്താൽ ഈ 2 to 5 million ഒരിക്കലും 39 million ആവത്തില്ല. സോ ആ സാഹചര്യത്തിൽ വാരിക്കോസ് സർജറി ചെയ്തിട്ട് കാര്യമില്ല. ചിലർക്ക് കൗണ്ട് നോർമലാണ്, ബട്ട് അവർക്ക് വാരിക്കോസ് വെയിൻസ് ഉണ്ട്. അഗെയിൻ ആ ഒരു സിറ്റുവേഷനിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വാരിക്കോസിറ്റിയുടെ സർജറീസ് ചെയ്യണമെന്നില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദ കൗണ്ട് ഇസ്. ആ ഹസ്ബൻഡിൻ്റെ പ്രോബ്ലംസ് എന്താണ് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വാരിക്കോസ് ട്രീറ്റ് ചെയ്യാൻ. നമ്മുടെ സെൻറ്ററിൽ ഈ കൗണ്ട് അല്പം കുറവുള്ളവർക്ക്, മോർട്ടിലിറ്റി ഈസ് എഫക്റ്റഡ്, അവർക്ക് സ്റ്റേജ് 3 വാരിക്കോസിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി സർജറി റെക്കമെൻഡ് ചെയ്യാറുണ്ട്. നല്ല ഔട്ട്കമ്മും ഉണ്ട്. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ ചികിത്സയുടെ ചെലവ് സംബന്ധിച്ച് രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, സോ കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ബേസിക്കലി അവിടെ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് വെച്ചിട്ടാണ്. Now, there are simple treatments, just നമ്മൾ ടാബ്ലറ്റ്സ് മാത്രം കൊടുത്താൽ മതി. ബട്ട്
പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടാബ്ലറ്റ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കണം. സോ നമ്മളിപ്പോൾ ടാബ്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ വി ഹാവ് ടു ഫോളോ ദം അപ്പ് വിത്ത് സ്കാൻസ്. സോ ആൾക്കാർ എപ്പോഴും ഈ ടാബ്ലറ്റിൻ്റെ ചിലവ് മാത്രമാണ് ആലോചിക്കുന്നത്. ബട്ട് അങ്ങനല്ല. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദ ഫോളോ അപ്പ് ആൻഡ് ദ സ്കാനിങ്. നൗ സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് ലൈക്ക് IUI ഉണ്ട്. IUIയുടെ ചിലവെന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് മേ ബി ഓൺലി 3,000 to 5,000 റുപ്പീസ് ആയിരിക്കും. പക്ഷേ ഇതിനോടൊപ്പം ഈ ടാബ്ലറ്റ്സ്, ഇഞ്ചെക്ഷൻസ്, സ്കാനിങ് ഇതെല്ലാം ആകുമ്പോഴത്തേക്ക് വി ഹാവ് ടു തിങ്ക് ഓഫ് എ ഹയർ എമൗണ്ട്. IVFൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭ്രൂണങ്ങളെല്ലാം അതായത് നമ്മളുടെ ബോഡിയിൽ അവിടുത്തെ കണ്ടീഷൻസ് നമ്മളൊരു ലാബിൽ സിമുലേറ്റ് ചെയ്യുവാണ്. സോ അവിടുത്തെ ഓക്സിജൻ, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, അവിടുത്തെ എയർ ക്ലെൻലിനെസ്, ലാബ് ക്വാളിറ്റി ഇതെല്ലാം നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് വി ഹാവ് ടു മിമിക് ദ ഹ്യൂമൻ ബോഡി. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ചിലവ് കൂടുതലാണ്. സോ IVFലേക്ക് പോകുമ്പോഴത്തേക്ക് ദ കോസ്റ്റ് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് അല്ലെങ്കിൽ IVF ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് കൂടും. IVFൻ്റെ മാത്രമല്ല, ബട്ട് അതിനു മുമ്പുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ടാവും, ഇത് കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റ്സ് ഉണ്ടാവും. സോ IVF ചെയ്യുമ്പോൾ ദ കോസ്റ്റ് എനിവെയർ ബിറ്റ്വീൻ 80,000 to 1,50,000 വരെ ഒക്കെ പോവാം. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കപ്പിളുടെ ഏജ്, അവിടെ എത്ര ഇഞ്ചെക്ഷൻസ് വേണ്ടി വരും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സർട്ടൻ ക്യാരക്ടേഴ്സ് ലൈക്ക് ദാറ്റ്. സോ അവിടെ ഇച്ചിരി കൂടെ കോസ്റ്റ്ലി ആകാറുണ്ട്. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ അവസാനമായി ഈ നൂതന ചികിത്സാ മാർഗങ്ങൾ എത്രത്തോളമാണ് വിജയകരമാകുന്നത്? നമ്മുടെ കുറേ ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെ പ്രൂവൺ ആണ്. ഫോർ എക്സാമ്പിൾ PGT, സ്പേം DNA ഫ്രാഗ്മെൻറ്റേഷൻ ഇൻഡെക്സ്, മൈക്രോടെസി, ഇതൊക്കെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. ബട്ട് ചില ലേറ്റസ്റ്റ് ഇന്നോവേഷൻസ് ഉണ്ട്, ലൈക്ക് സ്റ്റെം സെൽ തെറാപ്പി, നമ്മുടെ ബോൺ മാരോയിൽ നിന്ന് എടുക്കുന്നതും. ഇതിപ്പോഴും എക്സ്പെരിമെൻ്റൽ ഒരു രീതിയിലാണ് പോകുന്നത്. ചിലർക്ക് നല്ല ഔട്ട്കം ഉണ്ട്, ബട്ട് ഫോർ സം പീപ്പിൾ ഇറ്റ് ഡസൻറ്റ് ഹാവ് എ ഗുഡ് ഔട്ട്കം. ഇനി സ്റ്റഡീസ് വേണം, നമുക്കതൊന്ന് പ്രൂവ് ചെയ്ത് അത് നല്ലതാണോ അല്ലെന്ന് നോക്കാൻ വേണ്ടി. മോർ സ്റ്റഡീസ് ആർ നീഡഡ് ബിഫോർ വി ആക്ച്വലി ടെൽ ദ പേഷ്യൻറ്റ് ടു ടേക്ക്. സോ അതിന് കുറച്ചുകൂടി ടൈം എടുക്കും. ബട്ട് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ട് ഈ ഇതേപോലെ സ്പേം സെൽ സോർട്ടിങ്, പിക്സി, PGT ഇതൊക്കെ ഒരു ഗിവൻ ആണ്. ആൻഡ് ദേ ആർ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ്. സോ അത് വർക്ക് ചെയ്യും. ഇടപെടുകയാണ്. സമയത്തിൻ്റെ പരിമിതി പോലെ ഇടപെടുന്നു. പുരുഷവന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമുക്കൊപ്പം വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചി കിൻഡർ ഹോസ്പിറ്റൽസിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിനിലെ ഡോക്ടർ അഭിഷേക് രാധാകൃഷ്ണനാണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.